നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് 8255Aയുടെ ആർക്കിടെക്ചറാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ് 8255Aയുടെ പോർട്ടുകളെക്കുറിച്ചും 8255Aയുടെ ഓപ്പറേറ്റിംഗ് മോഡ്സിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി അതിൻ്റെ ഇൻറ്റേർണൽ ആർക്കിടെക്ചറാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനെ എങ്ങനെയാണ് അതിനകത്ത് എംബഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ ആരൊക്കെ തമ്മിലാണ് കണക്ഷൻസ് എന്നൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇതാണ് 8255Aയുടെ ആർക്കിടെക്ചർ. അപ്പോൾ ആർക്കിടെക്ചർ നോക്കുക, നമ്മുടെ പോർട്സ് ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ. ഈ ഏരിയയാണ് നമ്മുടെ പോർട്ടുകൾ. കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള ലൈൻസ് വരുന്നത്. അതിനകത്ത് കാണിക്കുന്നത് ഇവിടെ നമ്മൾ രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. ഇതാണ് ഗ്രൂപ്പ് എ. ഇത് രണ്ടും ചേർന്നാണ് ഗ്രൂപ്പ് എ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് എയിൽ പോർട്ട് എ 8 ലൈൻസ് ഉള്ള പോർട്ട് എയും, അതുപോലെ തന്നെ ഗ്രൂപ്പ് എയിൽ പോർട്ട് സിയുടെ അപ്പർ 4 ബിറ്റും. ദെൻ പോർട്ട് ബി എന്ന് പറയുന്നത് പോർട്ട് സിയുടെ ലോവർ 4 ബിറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ പോർട്ട് ബിയുടെ 8 ബിറ്റും വരുന്നുണ്ട്. ഓക്കെ, പോർട്ട് സിയുടെ ലോവർ 4 ബിറ്റും വരുന്നുണ്ട്, പോർട്ട് ബിയുടെ കംപ്ലീറ്റ് 8 ബിറ്റും. എന്ന് വെച്ചാൽ നമുക്കറിയാം ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് പോർട്ട് എയും പോർട്ട് സി അപ്പറും ചേർന്നതാണ്. ദെൻ ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് പോർട്ട് ബിയും പോർട്ട് സിയുടെ ലോവറും ചേർന്നതാണ്. അപ്പോൾ പോർട്ട് ബി കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ 8 ലൈൻസും ഇവിടെ കാണും. ദെൻ പോർട്ട് സിയുടെ ലോവർ 4 ലൈൻസും ഇവിടെ കാണും. അതിവിടെ ആ ലൈൻസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ബൈ ഡയറക്ഷനിലായിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. IO പോർട്ട് B0 മുതൽ പോർട്ട് B7 വരെ. ദെൻ ഇവിടെ ഉള്ളത് പോർട്ട് C0 മുതൽ 3 വരെ 4 ലൈൻസേ ഉള്ളൂ. ദെൻ ഇവിടെ 4 മുതൽ ഇവിടെ 3 വരെ പോർട്ട് സിയുടെ ബാക്കി PC4 മുതൽ PC7 വരെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ PA0 മുതൽ PA4 വരെ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ പോർട്ട്. ദെൻ ഈ പോർട്ടിന് ത്രൂ ബസ് വഴി വേറൊരു ബാക്ക് ബോൺ ബസ്സിൽ കണക്ട് ചെയ്തിട്ട് ഒരു കൺട്രോളറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഗ്രൂപ്പ് എ കൺട്രോൾ ചെയ്യുന്നതിന് വേറൊരു ആളുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയെ കൺട്രോൾ ചെയ്യുന്നതിന് സെപ്പറേറ്റ് സെക്ഷനുണ്ട്. ഓക്കെ, ഈ ഗ്രൂപ്പ് എയിൽ നിന്നും വരുന്ന ഇൻഫർമേഷൻസ് ഈ ബാക്ക് ബോൺ വഴി ആരിൽ പോവും? ഗ്രൂപ്പ് എ കൺട്രോളിൽ പോവും. ഈ ഗ്രൂപ്പ് എ വേറെ ആരെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഈ ലൈൻസ് വഴി ഗ്രൂപ്പ് എ പോർട്ട് സി അപ്പറിനെയും ഈ ലൈൻ വഴി ഗ്രൂപ്പ് എ പോർട്ട് എ കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈൻസ് വഴി ഈ ബാക്ക് ബോൺ വഴി ഇങ്ങനെ കൊടുക്കും. ഓക്കെ, ഇനി ഇത് ഇത്രയും ഏരിയ കണ്ടു. ഓക്കെ, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിൽ ഒരു കൺട്രോളറുണ്ട്. ഈ കൺട്രോളർ എന്ത് ചെയ്യും? ഈ കൺട്രോളറിന് ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനനുസരിച്ച് ഇവരെ കൺട്രോൾ ചെയ്യാനുണ്ട്. ഗ്രൂപ്പ് ബി ഇവിടെയും ഗ്രൂപ്പ് ബി പോർട്ട് ബിയെയും. അപ്പോൾ അത് ഈ ലൈൻസ് വഴി അവരെ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യും. ഇനി അതേസമയം ഇവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇങ്ങോട്ട് പാസ് ചെയ്യാനുണ്ട്, അതിനനുസരിച്ച് ഗ്രൂപ്പ് ബി ഇവിടേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് പാസ് ചെയ്യും? ഗ്രൂപ്പ് ബി കൺട്രോളറിന് എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടെങ്കിൽ ത്രൂ ബാക്ക് ബോൺ വഴി ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇനി ഈ കൺട്രോളർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈക്രോ പ്രോസറിൽ നിന്ന് വരുന്നതായിട്ടുള്ള റീഡ് ഓപ്പറേഷനാണോ റൈറ്റ് ഓപ്പറേഷനാണോ ഇനി റീസെറ്റ് ചെയ്യാനാണോ, അങ്ങനെ ഡേറ്റാബേസിലേക്ക് അതിനനുസരിച്ച് റീഡ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റാബേസിനകത്തേക്ക് ഇവിടെ നിന്ന് എടുത്ത് വെക്കുന്നു, അത് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു. ഇനി റീഡ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസറിൽ നിന്ന് എടുത്ത് ഡേറ്റാബേസിനകത്തേക്ക് വെക്കുന്നു. റീഡ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെങ്കിൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നും റീഡ് ചെയ്തെടുക്കണം. അത് ഈ പോർട്ടിൽ നിന്നാണ് എടുക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ച് എവിടേക്ക് കൺട്രോൾ കൊടുക്കും? ഇവിടേക്ക് കൺട്രോൾ പോകും. ഈ കൺട്രോളർ വഴി ഇവരെ ഓപ്പറേറ്റ് ചെയ്ത് അവിടെ നിന്ന് ആ ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്തെടുക്കും. ഇനി റൈറ്റ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലോ മൈക്രോ പ്രോസറിൽ നിന്ന് ഇൻഫർമേഷൻ കൊടുക്കും, അത് ഡേറ്റാബേസിനകത്തേക്ക് ആ പറയുന്ന ലൊക്കേഷനിൽ നിന്നും ഇവിടെ നിന്നും വരുന്ന ഡേറ്റാബേസിനകത്ത് ഇരിക്കുന്നത് ഏത് ലൊക്കേഷനിലേക്കാണോ ആ അഡ്രസ് ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇതെന്ന് പറയുന്നത് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കാണ് ഈ സെക്ഷൻ ചെയ്യുന്നത്. ഇത് ചിപ്പ് സെലക്ട് എന്ന് പറയുന്ന സിഗ്നലാണ്. ഇത് ഏത് ചിപ്പ് സെലക്ട് ചെയ്യണം എന്നുള്ള സിഗ്നലാണ് ഇവിടെ വരുന്നത്. നമുക്കറിയാം ഓഡ്, ഈവൻ അങ്ങനെ ബാങ്കുകളുണ്ട്. ഓക്കെ, ദെൻ റീഡ് ആണെങ്കിൽ ഇത് ആക്റ്റീവ് ആവും, റൈറ്റ് ആണെങ്കിൽ ഇത് ആക്റ്റീവ് ആവും. ഇത് റീസെറ്റിന് വേണ്ടിയിട്ട്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സം കൺട്രോൾ സിഗ്നൽസ് ആണ് A0 ആൻഡ് A1 എന്ന് പറയുന്നത് അതിനകത്ത് വരുന്നത്.
ദെൻ ഡേറ്റാബേസ് ബഫറിനകത്ത് നമുക്കറിയാം ഡേറ്റാബേസിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ ഇടയ്ക്ക് കൊണ്ടുവയ്ക്കുന്നതാണ് ഈ ഡേറ്റാബേസ് ബഫറിനകത്ത് സ്പീഡ് മിസ്മാച്ച് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് +5 വോൾട്ടാണ് 8255Aക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഒരു സിഗ്നൽ ഒരു ലെഗ് ഗ്രൗണ്ടും ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് 8255Aയുടെ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇത് ഇത്രയും നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ വരയ്ക്കുക. ഇവിടെ 4 ബോക്സസ് വരയ്ക്കുക. ഗ്രൂപ്പ് എക്ക് വേണ്ടി 2 എണ്ണം, ഗ്രൂപ്പ് ബിക്ക് വേണ്ടി 2 എണ്ണം. ഗ്രൂപ്പ് എയിൽ പോർട്ട് എ ഇൻഡിക്കേറ്റ് ചെയ്യുക, പോർട്ട് സി അപ്പറും ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇവിടെ ഗ്രൂപ്പ് ബിയിൽ പോർട്ട് സി ലോവറിനെയും പോർട്ട് ബി കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക, 8 ബിറ്റും ഇൻഡിക്കേറ്റ് ചെയ്യുക. ദെൻ ഇവിടെ എല്ലാം ബൈ ഡയറക്ഷണൽ ലൈൻസ് കൊടുക്കുക. ഇത് PA0 മുതൽ PA7 വരെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇത് PB0 PB7 വരെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇതിനെ PC0 to PC3 വരെയും ഇത് PC4 മുതൽ PC7 വരെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ദെൻ ഇവിടെ നിന്ന് പുറത്തേക്കും ഒരു ബൈ ഡയറക്ഷണൽ ലൈൻസ് ബസ് കൊടുക്കുക, ബൈ ഡയറക്ഷണൽ ബസ്. അതിനൊരു ബാക്ക് ബോണിൽ കണക്ട് ചെയ്യുന്നു. ദെൻ ബാക്ക് ബോണിൽ നിന്ന് ഒരു ഗ്രൂപ്പ് എ കൺട്രോളിലേക്കും ഗ്രൂപ്പ് ബി കൺട്രോളിലേക്കും ഒരു സെക്ഷനിലേക്ക്. ദെൻ ആ സെക്ഷനിൽ നിന്ന് തന്നെ വേറൊരു ലൈനും കൂടെ ഈ പറയുന്ന 2 ഗ്രൂപ്പിനകത്തേക്കും പോകണം. അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ ആൾ, ഇവർ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഇവിടേക്കും പോകുന്നു, ഇവിടേക്കും പോകുന്നു. പിന്നെ ഇവർ രണ്ടും എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ കൺട്രോൾ ലോജിക്കിൽ നിന്ന് വരുന്ന സിഗ്നലിനനുസരിച്ചിട്ടാണ് ഈ 2 ആൾക്കാരും ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ ആൾക്കാരെ. സോ ഇവിടെ ഈ കൺട്രോൾ ലോജിക്കിനകത്ത് വരുന്നത് മൈക്രോ പ്രോസസ്സറിൽ നിന്നുള്ള റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, A1 A0 റീസെറ്റ്, ഇതൊക്കെയാണ് വരുന്നത്, ചിപ്പ് സെലക്ട്. ദെൻ അതിനനുസരിച്ച് ഇവരെയും ഓപ്പറേറ്റ് ചെയ്യും, അതിനനുസരിച്ച് ഇവരെ ഓപ്പറേറ്റ് ചെയ്യും, അതിനനുസരിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ ഇവർ റീഡ് സെലക്ട് ഡേറ്റാ ബസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ഇവിടെ കൺട്രോൾ കൊടുക്കുന്നതോടൊപ്പം ഇവിടെയും കൺട്രോൾ കൊടുക്കുന്നതോടൊപ്പം ഇവിടെ നിന്ന് ഡേറ്റ എടുത്ത് വെക്കേണ്ടതും ഡേറ്റ എടുക്കേണ്ടതുമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഡേറ്റാ ബസ് ബഫറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇവരെ കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യണം, ഇവരെ കൂടെ നോട്ടിഫൈ ചെയ്യിക്കണം ഇതൊക്കെ ചെയ്യാൻ പോവുകയാണ്. എന്നാലേ അവരുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. ഡേറ്റാ ബസ്സാണ് ഡേറ്റയെ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, D0 മുതൽ D7 വരെയുള്ള ഡേറ്റാ ബസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഡേറ്റാ ബസ് അത് ഈ ബാക്ക് ബോൺ വഴി ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദെൻ പവർ സപ്ലൈ എന്ന് പറയുന്നത് +5 വോൾട്ടാണ് കൊടുക്കേണ്ടത്. ദെൻ മറ്റേ ലെഗ് ഗ്രൗണ്ടും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഓഫ് 8255A.